ഇന്ന് നമുക്കൊരു ബാഗ് സ്റ്റിച്ച് ചെയ്താലോ? അപ്പോൾ ആദ്യം 4 പീസ് തുണി 20 ഇഞ്ച് വീതിയിലും 25 ഇഞ്ച് നീളത്തിലും ഉള്ള 4 പീസ് തുണി എടുക്കണം. ഇത് ഞാനൊരു പഴയ തുണിയാണ്. 4 പീസ് തുണിയുടെ കൂടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബാനറിൻ്റെ കഷ്ണമാണ്. അതും 2 പീസായിട്ട് മുറിച്ചെടുക്കണം. അത് ഇതിൻ്റെ ലൈനിങ് ഉള്ളിൽ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുക. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ബാഗാണ്. അപ്പോൾ എല്ലാവരും കണ്ട് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബാനറിൻ്റെ കഷ്ണമാണ്. അപ്പം എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഷീറ്റ് ഇട്ടാൽ മതി ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി. ഇതിൻ്റെ ലൈനിങ് ഉള്ളിൽ വെക്കാൻ വേണ്ടിയാണ്. അത് 2 എണ്ണം ഇതേ അളവിൽ തന്നെ വെട്ടിയെടുക്കണം. 2 പീസിൻ്റെ ഉള്ളിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വരുന്ന രീതിയിൽ വെച്ച് 4 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യമേ നല്ല തുണി ഇടണം, അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇടണം, അതിൻ്റെ പുറത്ത് നല്ല തുണി ഇടണം. അങ്ങനെ ഇത് 3ഉം കൂടെ വെച്ച് 4 സൈഡും ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റണം. അത് രണ്ടും നമ്മൾ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ 4 മൂലഭാഗവും അതിൻ്റെ 4 മൂലയിലായിട്ട് 4 ഇഞ്ച് അളവിൽ ഒരു സമചതുരം വരയ്ക്കണം. 4 ഇഞ്ച് നീളവും വീതിയും 4 ഇഞ്ച് വരുന്ന രീതിയിൽ അളന്ന് ചോക്ക് വെച്ച് വരച്ച് അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം. നാല് ഭാഗങ്ങളും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. രണ്ടാമത്തെ പീസും അതുപോലെ തന്നെ അതിൻ്റെ 4 ഭാഗങ്ങളും 4 മൂലഭാഗങ്ങളും 4 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് നീളത്തിലും സമചതുരത്തിൽ വരച്ച് അത് വെട്ടി മാറ്റണം. ഇത് പോക്കറ്റ് തയ്ക്കാൻ എടുത്തതാണ്. 7 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വീതിയിലുമുള്ള 3 പീസ് തുണി മുറിച്ചെടുക്കണം. ഒരു ഷീറ്റും ബാക്കി 2 പീസ് തുണി, അത് ഷീറ്റ് നടുക്ക് വരുന്ന രീതി 4 ഭാഗവും നേരത്തെ തയ്ച്ച പോലെ തന്നെ 4 ഭാഗവും തയ്ച്ച് മാറ്റണം.
ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് സിബ് വെച്ച് കൊടുക്കാം. സിബ് അതിൻ്റെ മുകളിലായിട്ട് തന്നെ അത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് പതിച്ചടിക്കണം. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഈ ബാഗ്, ഈസിയാണ്. രണ്ടെണ്ണത്തിലും അതേപോലെ തന്നെ വെച്ച് തയ്ക്കണം, എന്നിട്ട് പതിച്ചടിക്കണം. ബാഗിൻ്റെ വള്ളി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. 40 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും ഉള്ളൊരു തുണി എടുത്തിട്ട് ഇതേപോലെ ഉള്ളോട്ട് മടക്കി വെച്ച് വീതിയിൽ തന്നെ പതിച്ചടിച്ച് കൊടുക്കണം. അത് രണ്ട് വശത്തുമായിട്ട് നമുക്ക് വള്ളി വെച്ച് പിടിപ്പിക്കാം. നമുക്ക് ബാഗിന് പോക്കറ്റ് വെക്കാൻ വേണ്ടി ആദ്യം ഈ ബാഗിൻ്റെ തുണി രണ്ടായിട്ട് മടക്കിയിടണം. മടക്കിയിട്ടിട്ട് അതിൻ്റെ മധ്യഭാഗത്തു നിന്ന് ചോക്ക് കൊണ്ട് ഒന്ന് അടയാളപ്പെടുത്തണം. അതുപോലെ നമ്മൾ പോക്കറ്റിന് തയ്ച്ച് വെച്ചില്ലേ, അതും രണ്ടായിട്ട് മടക്കിയിട്ട് അതിൽ നിന്ന് ഒരു അടയാളം കൊടുക്കണം. അത് കറക്റ്റ് ആ പോയിൻറ്റിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് ആ സിബ് അതിനകത്തോട്ട് ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് ബാഗിന് വള്ളി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അതിൻ്റെ പോക്കറ്റിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ആ വള്ളി വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അത് രണ്ട് പോക്കറ്റിനും രണ്ട് സൈഡിലായിട്ട് നമുക്ക് ആ വള്ളി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം.
അടുത്തത് നമുക്ക് ബാഗിൻ്റെ മുകളിലായിട്ട് ഒരു സിബ് വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് സിബ് ആദ്യം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നല്ല വശത്ത് വേണം സിബ് വെക്കാൻ. ബാഗിൻ്റെ 3 ഭാഗങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അടുത്തത് നമ്മൾ 4 ഇഞ്ച് വെച്ച് ചതുരത്തിൽ വെട്ടി മാറ്റിയ ഭാഗങ്ങളില്ലേ, അത് 4 ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. നേരെ തന്നെ കറക്റ്റിന് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എഴുതണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ, സീ യു.